പറയണ പോലെ പശ്ചിമേഷ്യൻ സാഹചര്യം അത് അത്ര കണ്ട് സുഖകരമല്ല. അപ്പം നിലവിലെ അപ്ഡേറ്റ്സും കൂടി ഒന്ന് എടുത്തു പോയേക്കാം. വെടിനിർത്തൽ ധാരണ അവസാനിച്ചു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിൽ അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ചബഹാറും ബന്ദർ അബ്ബാസും അടക്കമുള്ള തുറമുഖങ്ങളുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് 20 കപ്പലുകൾ വിന്യസിച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ട്രംപിന്റെ അതേ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിട്ടുണ്ട്. രേഷ്മ രാജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രേഷ്മ, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യൻ സാഹചര്യം വീണ്ടും ആശങ്കാജനകമാവുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? ഗുഡ് മോർണിംഗ് സേതു. വീണ്ടും പശ്ചിമേഷ്യ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു ആശങ്കയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇന്നലെ ഇറാനെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് നാറ്റോ ഉച്ചകോടിക്കിടെ അങ്കാറയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇറാൻ്റെ വിവിധയിടങ്ങളിലായിട്ട് തുറമുഖ കേന്ദ്രങ്ങളിലും അടക്കം ഇന്നലെ ശക്തമായ രീതിയിൽ US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാൻ്റെ പ്രധാന കേന്ദ്രങ്ങളായ ലെവാൻ ഐലൻഡ്, ചബഹാർ, സെരിക് മേഖലകളിലും അതേപോലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലടക്കം വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് ഇന്നലെ US നടത്തിയത്. ഈ ഇറാനുമായി ഇനി യാതൊരു തരത്തിലുള്ള ഒരു ധാരണയ്ക്കുമില്ല. വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുകയാണ്, ഇവരോട് സംസാരിക്കുന്നതിനൊരു സമയം പാഴാക്കലാണെന്ന തരത്തിലൊക്കെ ഇന്നലെ ശക്തമായ രീതിയിൽ ട്രംപ് ഒരു മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് ഇന്നലെ ശക്തമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട പാലങ്ങൾ, അതേപോലെ റെയിൽവേ ലൈനുകൾ, അൽഖല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾ അടക്കം ഇന്നലത്തെ ഒരു ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. ഇറാൻ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ ഈ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നും എന്തായാലും വീണ്ടും ഈ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇനി എങ്ങനെ എത്തും എന്നതടക്കമുള്ള ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് സേതു. ഓക്കെ, രേഷ്മ രാജനാണ് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞ പോലെ തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യം വീണ്ടും പ്രശ്നമാണ്.